സാമ്പത്തിക വിദഗ്ധൻ ആയ ഡോക്ടർ രാജേഷ് എസ് പിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ രാജേഷ്, നോക്കൂ, ഈ മധ്യവർഗത്തെയും കാർഷിക മേഖലയെയും കർഷകരെയും അതുപോലെ യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് വലിയ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബജറ്റ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ടീച്ചർ ചില കാര്യങ്ങളിൽ എതിർപ്പ് പറയുകയാണ്. വികസിത ഭാരതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് ഈ ബജറ്റ് പര്യാപ്തമല്ല എന്നാണ്. മധ്യവർഗത്തിന് പണം ഉണ്ടായാൽ, അവരുടെ പോക്കറ്റ് നിറഞ്ഞാൽ ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഉണർവേകും എന്ന തത്വം അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിച്ചത്. എങ്ങനെയാണ് ബജറ്റിനെ ആകെ നമുക്കൊന്ന് വിലയിരുത്തുക? ഇതില് ബഡ്ജറ്റിലൊരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഏറ്റവും നല്ല ബഡ്ജറ്റാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ടാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനൊരു കൃത്യമായൊരു ലോജിക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മിഡിൽ എന്ന് പറയുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് ഏകദേശം 24 ലക്ഷം രൂപയൊക്കെ വാർഷിക വരുമാനമുള്ളവരെയൊക്കെ നമുക്ക് ഏകദേശം ആ കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻഫ്ലേഷൻ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തു. കാരണം നമുക്ക് സപ്ലൈ സൈഡിലുള്ള കൺസ്ട്രെയിൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൈസ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ എസെൻഷ്യൽ അതിന് അനുസൃതമായിട്ടുള്ള വേജസിലുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല, പല കാരണങ്ങളെ കൊണ്ട്. അപ്പോൾ വേജസിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു റിട്ടേൺ നമ്മുടെ ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ടാക്സേഷനായിട്ട് വലിയൊരു എമൗണ്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഈ 12 ലക്ഷം രൂപയുടെ ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനത് വ്യക്തമാക്കുന്നത്. അതായത് 87 റിബേറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പഴയ സിസ്റ്റത്തിൽ നമുക്ക് 2 രീതിയിലാണ് റിബേറ്റ് ഉണ്ടായിരുന്നത്. പുതിയ സ്ലാബ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ 25,000 അല്ലെങ്കിൽ 12,500 ആണ്. ഇപ്പം 25,000 നിന്നും ഓൾമോസ്റ്റ് 60,000 റുപ്പീസിലേക്ക് ഇത് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 ഉണ്ട്. പിന്നെ NPS ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്രോസ്ന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടുകളിലേക്ക് വന്നാൽ അപ്പോൾ നല്ലൊരു സേവിങ് ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 24 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് വരെ 1,10,000 രൂപയോളം സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട്. 2014 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാനത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2014 ഫസ്റ്റ് റീഫോമാണ് അത്. അതിനെ കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾക്ക് നല്ലൊരു സേവിങ്സ് ഈ പുതിയ ടാക്സ് സിസ്റ്റം പ്രകാരം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് പട്ടികയായിട്ട് തന്നെ തിരിച്ചിട്ട് വാർത്താ സമ്മേളനത്തിൽ നമ്മളെ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻജി അവരുടെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ ഒരു വർധനവ് ആവശ്യമാണ്. കാരണം നമ്മുടെ മാർക്കറ്റിലേക്ക് ഈ പണമൊക്കെ ചെല്ലുന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് സേവിങ്സ് ആയി പോകും, നമ്മളെ സേവിങ്സ് നിരക്ക് കുറയുന്നു എന്നുള്ള ഒരു വാദമുണ്ട്. അപ്പോൾ അതിനും ഒരു പരിഹാരം വന്നു. അതോടൊപ്പം തന്നെ വിപണിയിലേക്ക് പണം ചെലവഴിക്കപ്പെടും എന്നുള്ളതും, വിപണിയിൽ ഡിമാൻഡ് വരികയും, അങ്ങനെ ഡിമാൻഡ് വരുമ്പോൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ, ഗവൺമെൻറ്റിന് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നല്ല തോതിൽ വരികയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ രണ്ടാമത് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രോത്തിനെ നമ്മൾ നോക്കുമ്പോൾ അത്ര കുറവായിട്ട് നമ്മൾ കാണാൻ പാടില്ല. കാരണം ഗവൺമെൻറ് വളരെ കൺസർവേറ്റീവായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ കടം വാങ്ങി കൂട്ടുന്ന സ്ഥിതിയിലേക്കൊന്നും അല്ല പോയത്. ഇപ്പോൾ 4.4ലേക്ക് ഡിഫസിറ്റിനെ കൊണ്ടുവരാണ്. 14 സം ഫിഗറാണ്, ഞാൻ കൃത്യം ഫിഗർ എനിക്ക് ഓർമ്മ വരുന്നില്ല, 14 സംതിങ് ഫിഗറാണ്. അതിൽ നിന്ന് 11 പോയിന്റ് സംതിങ്ങിലേക്കാണ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെഫിസിറ്റ് കുറച്ച് വളരെ കരുതലോടുകൂടി നല്ല ഒരു സാമ്പത്തിക മാനേജ്മെന്റ് സിസ്റ്റമാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന്റെ പിന്നിൽ നിൽക്കുന്നവരും മിക്കവാറും ധനവകുപ്പിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ ധനശാസ്ത്രം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ കാർഷിക മേഖലയിൽ കൊടുത്ത തുകയൊക്കെ പര്യാപ്തമാണോ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അധികം ഗ്രോത്ത് കാണിക്കുന്ന ഒരു സെക്ടറാണ്. തൊഴിൽ സംരംഭങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ളതാണ്. അതൊക്കെ ശരിയാണ്, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് സപ്രവെൻഷൻ, അതായത്
അത് കിസാൻ കാർഡിലൂടെ നമ്മൾ അതിൻ്റെ ഒരു വർധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കാർഷിക മേഖലയ്ക്ക് നല്ല ഗുണമാണ്. അല്ല അത് 5 ലക്ഷം അതിന്റെ കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണല്ലോ. അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു ഗുണം കാർഷിക മേഖലയ്ക്ക് കിട്ടാതെ പോകില്ലല്ലോ. കിട്ടും 3 ലാഖിൽ നിന്ന് 5 ലാഖിലേക്ക് മാറ്റി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. കർഷകരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഷിക പോളിസി തന്നെ കൊണ്ടുവന്നത്. അതിന് എന്തെല്ലാം രീതിയിലാണ് നമ്മൾ എതിർത്തത്. ഓപ്പൺ മാർക്കറ്റിൽ അവർക്ക് വില കിട്ടുന്ന രീതിയിലും കർഷകന് മണ്ടികൾ സെലക്ട് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും ഇത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പഴയ അതിന്റെ ചർച്ചയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ തക്കാളി കൃഷിയുടെ കഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. തക്കാളി കൃഷിയിൽ കർഷകരാണ് കമ്പനികളെ ബന്ധിച്ചത്. കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറഞ്ഞ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കാർഷിക രീതി. പക്ഷെ എനിക്ക് വേറെ ഒരു കാര്യമുണ്ട്. ഈ കാർഷിക നികുതി ഇപ്പോൾ നമ്മൾ നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ചെറിയ കർഷകരെ അല്ല ഞാൻ പറയുന്നത്, വൻകിട കർഷകർ ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലൊക്കെ ഉള്ള വൻകിട കർഷകർ ക്രോർസിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അവരെ ചെറിയ തോതിൽ ടാക്സ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ വരുമാനം കണ്ടെത്തണമല്ലോ. ഗവൺമെന്റിന് ഒരു പ്രൂണിന്. അത് മാത്രമല്ല, ലോകത്തെ സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കുക. ജർമ്മനി 1% താഴെ, US 2.25 ഇതിൽ നിൽക്കുന്ന. അപ്പോൾ നമ്മൾ അതിന് കിടപിടിക്കുന്നതിന് അതിനും മുകളിലായുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളൊന്നും കുറച്ച് കാണരുത്. കാരണം നമ്മൾ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പ്രകാരം നമ്മുടെ എക്കണോമിയിൽ അങ്ങനെ വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു റിസഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രൈവറ്റ് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ പറ്റിയിട്ട് എക്കണോമിക് സർവേയിലുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അതിൽ നോട്ട് ചെയ്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ നല്ല രീതിയിലുള്ള വർധനവുണ്ട്. ടാറ്റ ഒക്കെ പറയുന്നു ഞങ്ങൾ കൂടുതൽ ഡൈവേഴ്സിഫൈ എന്ന് പറയുന്നു. മാനുഫാക്ചറിങ് ഹബ്ബ് ഇവിടെ കൊണ്ടുവരുന്നു. പല സിറ്റുവേഷനെ കൊണ്ടാണ് നമ്മളിത് വന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ വളർച്ച. പിന്നെ നമ്മൾക്ക് ഈ തൊഴിൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റിന് മാത്രം തൊഴിൽ കൊടുക്കാനൊന്നും കഴിയില്ല. ഗവൺമെന്റിന് തന്നെ തൊഴിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലെ കൃത്യമായ തൊഴിൽ ചെയ്ത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരു തോതിൽ. പക്ഷെ എസെൻഷ്യൽ സർവീസസിലൊക്കെ അത് വേണം. പക്ഷെ അതിനാണ് ഇവിടെ സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ആരും നോക്കിയിട്ടില്ല. 2 രീതിയിലാണ് ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഫണ്ട് ഓൺ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നത് 10,000 crore ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്, നേരിട്ട് കൊടുക്കാതെ. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഏഞ്ചൽ ഫണ്ട്, ഇങ്ങനെയുള്ള ഫണ്ടുകളിലൂടെ വരുന്നു. അതിന് പുറമെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം ഡോക്ടർ രാജേഷ്, സ്റ്റാർട്ടപ്പുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 10 കോടി വായ്പ എന്നുള്ളത് 20 കോടി വരെയായി ഉയർത്തിയിരിക്കുകയാണ്. അതൊക്കെ തൊഴിൽ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. തീർച്ചയല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഇതിന് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇപ്പൊ ലിസ്റ്റ് ചെയ്യുന്ന IPOകൾ നിങ്ങൾ പഠിച്ചു നോക്കുക. ചെറിയ ചെറിയ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ ന്യൂനതര ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഈ സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോസെക്, എൻ്റെ കമ്പനിയാണ് ഇൻഫോസെക്സ്. അതായത് നമ്മുടെ ഈ സൈബർ തട്ടിപ്പുകളൊക്കെ കണ്ടെത്തുന്ന ഒരു കമ്പനി. അതിന് വൻ നിക്ഷേപമാണ് കിട്ടിയത്. വിജയ് കേഡിയ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അതിൽ ഷെയർ ഹോൾഡറായി മാറിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു എനേബിളിംഗ് എൻവയറമെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വയം തൊഴിൽ കണ്ടെത്തുക, ആ രീതിയിലുള്ള ഒരു ഗ്രോത്തിനെയാണ് ഗവൺമെന്റ് നോക്കുന്നത്. അല്ല എല്ലാവരെയും നമ്മൾ ഗവൺമെന്റ് ജോലി, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പൊ നല്ല ഫിഗർ ഈ PF ലേക്കൊക്കെ ചേരുന്നവരുടെ എണ്ണത്തിലൊക്കെ വലിയ വർധനമുണ്ട്. അതിലേക്കൊക്കെ വരാം.